ഇന്നെന്താണ് രാത്രിയായപ്പോൾ ചട്ടിയും ചെടികളൊക്കെ ഉണ്ടല്ലോ കുറച്ച്. ഓ ഇത് നടാനുള്ള പരിപാടിയാണെന്നാണ്. ഇതെവിടെ നിന്ന് കിട്ടിയത്? എനിക്ക് സീന തന്നെയാണ്. അതെ, നമ്മുടെ കടയുടെ അടുത്തിരിക്കുന്ന കുറച്ച് ചെടികളുണ്ടല്ലോ. ഇതെന്തൊക്കെയാണ്? ഇത് ഇത് നല്ല ചെടിയാണല്ലോ. അതിൻ്റെ പേരെന്താ? ആ, അലോക്കേഷ്യ. ഇത് വേറുള്ളതാണല്ലോ. ഇത് ഇതിൽ നടാല്ലേ. ഇത് കല്യാണ സൗഗന്ധിയോ കല്യാണ സൗഗന്ധിയോ എന്നാണ് പറയുന്നത്. അതെ, വെള്ളപ്പൂ ഉണ്ടാവും, നല്ല സ്മെല്ലാണല്ലേ. നമുക്ക് നട്ടു നോക്കാം. പിന്നെ അതെ, അങ്ങനെ കിട്ടിയാണ്. ഇതല്ലേ? എന്തായാലും നന്നായി. ഇത് സാധാരണ ഉണ്ടാവണല്ലേ, ഒരു ചേമ്പ്. അതെ, ഇത് എനിക്ക് പൂവിന്റെ ഭംഗി കണ്ടിട്ട് നമ്മുടെ ആ വൈറ്റിനില്ലേ, വിങ്കാറോസിന്റെ വൈറ്റിന് ഉള്ളിൽ ചോപ്പിലല്ല, ഉള്ളിലൊരു ചോപ്പ് കളർ ഭംഗി ഇത് കാണാനായിട്ട്. പിന്നെന്താണ് ഇത്? എന്താണത്? ഇത് നമ്മുടെ അടുത്തില്ലല്ലോ. ഇത് ഫേണ്. ഫേണ? അത് ഹാങ്ങിങ് അല്ലേ? ഇതിന് രണ്ടെണ്ണം ഉണ്ട്. ഇത് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ പുതിയൊരു ഹാങ്ങിങ് ഐറ്റം കൂടി ആയി. ഇതാ, ഇത് നല്ല ഭംഗിയുള്ളതാണ്. അതുമ്പോ പൂവുണ്ട്. ഈ ചെടിയുള്ളതാണ്. ഏത് പൂവുണ്ടോ? പൂവുള്ള ചെടിയാണല്ലേ. സീനയുടെ വീട്ടിലേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് പിടിപ്പിക്ക്, പിന്നെ സീനൊക്കെ ഒരെണ്ണം പിടിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പിടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നട്ടു നോക്കാല്ലേ. നമ്മൾക്ക് ഇങ്ങനെ ചെടി ഞാനൊരു ആൾ തന്നിട്ടുണ്ട്, എനിക്ക് ഇരിക്കും പിടിച്ചിട്ടില്ല. ഇതും പിടിച്ചു. പിന്നെ എന്തെന്നാണ് ഇത്? ഏത് കളറാണ്? ഇത് വിങ്കാറോസ്. വിങ്കാറോസ് അത് ഒരു നല്ല കളറാണ്. ഇതും ഇത് വൈറ്റ് ആണ്. ഇത് വേറൊരു നല്ല മറ്റേ ഒരു ഔഷധ ചെടിയല്ലേ, ചങ്ങലമ്പ. വേറെന്ത് പറയുമെന്ന് അറിയില്ല. ചങ്ങല ഔഷധത്തിനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നടണം. ആള് പിന്നെയും അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കണം. പിന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്താൽ എങ്ങനെയാണല്ലേ. അപ്പോൾ നമുക്ക് നടാനുള്ള ഇതൊക്കെ തയ്യാറാക്കിയല്ലോ. ഞാൻ മണ്ണൊക്കെ എടുത്ത്. ഓക്കെ, അപ്പോൾ ഈ വേരുള്ളത് ചട്ടിയിലാട്ടാ പോരെ? വേരുള്ളത്, അതായത് ഇതൊക്കെ വേരുള്ളതല്ലേ. ഇത് കൊമ്പ് മുറിച്ച് കൊണ്ടുവന്നാക്കുന്നത് ഈ കവറിൽ നട്ട് വേര് പിടിപ്പിക്കണം അല്ലേ? കുഞ്ഞു കവറിൽ. ഈ മണ്ണേ മറ്റേ നമ്മുടെ പെൻഡാസൊക്കെ നട്ട, ഇത് പെൻഡാസ് ഉണങ്ങിപ്പോയി നടാല്ലേ. അപ്പോൾ ഈ വളം എടുത്ത് വെച്ചാൽ അതിന് വേണ്ടിയാണ്. ഇത് മത്സ്യഫെഡിൻ്റെ വളമുള്ള ന്യൂട്രി ഫിഷ് അല്ല, ഈ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ പറ്റിയതാണെന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. മത്സ്യഫെഡ് ന്യൂട്രി ഫിഷ്. അയൽവക്കത്തോണ്ട് ചേട്ടൻ തന്നാണ്ട് അവർ വാങ്ങിയിട്ട്. അത് 53 രൂപ ആണ് പാക്കറ്റിന്. ഇതിൻ്റെ നിർമ്മാണം മത്സ്യഫെഡ്, ഫിഷ് മീൽ ആൻഡ് ഓയിൽ പ്ലാന്റ്, അഴീക്കോട് ചെട്ടി, കൊടുങ്ങല്ലൂർ. അടുത്ത് തന്നെ ഉള്ളതാണല്ലേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് വാങ്ങിക്കണത്. ഞങ്ങൾ ഈ കൃഷി അത്യാവശ്യം ചെയ്യണ കണ്ടപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വളമുണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളുടെ നിന്ന് വാങ്ങിച്ചതാണ്. 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതാദ്യമായിട്ട് വാങ്ങിച്ച് ഇട്ട് നോക്കണം കേട്ടോ. നമ്മൾ എല്ലുപൊടി, വേപ്പമണ്ണാക്കും, അതേപോലെ പിന്നെന്താണ് ഈ മുട്ടത്തോടിൻ്റെ പൊടി, ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ കരിയില, ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. വേറെ മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതും ഒരു ജൈവവളം തന്നെയാണല്ലോ. അപ്പോൾ ഇത്തവണ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കണം. വൈകിട്ടാണ് ഈ കിട്ടിയത്, അതുകൊണ്ടാണ് രാത്രിയായിട്ട് നടാമെന്ന് വെച്ചേക്കണമെന്നാണ് ആൾ പറയണത്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പാണ്. ഇതൊക്കെ ഒന്ന് മിക്സറൊന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ആ മുട്ടത്തോടൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ വളത്തിൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ, അതിലെന്താണെന്ന് നോക്കട്ടെ. ഇതാണ് ചെമ്മീൻ്റെ ഓടൊക്കെ പൊളിച്ചിട്ടുള്ള വളമാണെന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ അത് കുറച്ചിട്ടോ. മതി. അപ്പോൾ മണ്ണിൻ്റെ കളർ തന്നെയാണ് ഇതിന്. അത് മിക്സ് ചെയ്തോ. ചെമ്മീൻ്റെ തോടൊക്കെ നല്ല വളം ഒരുക്കുള്ളൂ. മത്സ്യവളം നല്ലതാണ്. അപ്പോൾ ചെടികൾക്കൊക്കെ നല്ല പുഷ്ടിമ ഉണ്ടാവുമെന്ന് വിചാരിക്കാം അല്ലേ? ഞാൻ ചെടി നടുമ്പോൾ ഒന്നും വെള്ളമൊന്നും ഇടാറില്ല. ഇപ്പോൾ ചേട്ടന് നിർബന്ധം വെള്ളം ഇട്ടു. പിന്നല്ലാണ്ട് നമ്മൾ ഒരു ഇത് കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ
വളപ്രയോഗം നടത്തണമെന്ന്, അല്ലെങ്കിൽ വെറുതെ വഴിപാട് പോലെ ആവരുതല്ലോ. കാരണം ചെടി നന്നായിട്ട് തഴച്ച് വളർന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. ഇങ്ങനെ നട്ട് പിടിപ്പിക്കുന്ന വെറുതെ മണ്ണ് മാത്രം അങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ട് കാര്യമില്ല. പച്ചക്കറി പച്ചക്കറിയും ചെടിയൊക്കെ നമുക്ക് ഇഷ്ടം തരാൻ സാധനമല്ലേ വളർന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ അതിന് വളം കൊടുക്കണതിന് എന്താണ്? വെള്ളം തളിച്ചോ അത് വേണമെങ്കിൽ എന്നിട്ട് നട്ടതിന് ശേഷം ഇനിയിപ്പോൾ അതൊക്കെ നിറക്കാൻ വേണം. കോരി എടുത്തില്ലേ? അപ്പോൾ ആദ്യം വേര് പിടിപ്പിക്കാനുള്ള ചെടികളാണ് നിറച്ച് നടാൻ പോകുന്ന ആള്. കവറ് എത്ര ഉണ്ട്? 6 കവറുണ്ട്. അതിൽ ചെടി ആറിൽ കൂടുതലുണ്ടോ? 6 കൂടുതൽ ചെടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കവർ ഇവിടെ കാണാൻ ഞാൻ നോക്കട്ടെ കേട്ടോ. എടുത്തുണ്ട് രണ്ടെണ്ണം ഇവിടെ കണ്ടാണ് നേരത്തെ. ഏനാ ഇതൊരു 3 കവർ കൂടി ഉണ്ട്. അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പഴയ ഒരു ചട്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ 9 ആയില്ലേ? ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായി. 9 ആയില്ലേ? നിറച്ചോ എന്നിട്ട് കണ്ടാൽ മതി. നേരത്തെ നിറച്ച് വെക്കണ ചെടികളുടെ കവറുകളൊന്നും കളയൂല. പഴയ കവറൊന്നും കളയാറില്ല. അതിൻ്റെ പേരിൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് കീറിയൊന്നും അല്ല എടുക്കണത്, അതിൻ്റെ പേരിലാണ് എടുക്കാൻ പറഞ്ഞത് അല്ലേ? അല്ല കീറി കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോയി. പിന്നെ പുതിയ പ്ലാസ്റ്റിക് വേസ്റ്റ് പരമാവധി കുറക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെയാണ്. പരമാവധി നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ ഉപയോഗം കുറക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നിറച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വേണ്ട. അപ്പോൾ ആള് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിക്കണ്ട, വെച്ചോ. അതിൻ്റെ ഇടയ്ക്ക് അതിൽ തന്നെ വെച്ചോ. അതായാലും ഇനി അത് വേറെ മറ്റേ ചട്ടി അത് കൊള്ളാം. അപ്പോൾ ചട്ടി മാറ്റണമെന്ന് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടി മാറ്റി. അതല്ല വെയിൽ വേണ്ട ചെടിയാണിത്. അതെ, എന്നാൽ അതിലോട്ടാ മണ്ണിട്. അപ്പോൾ ചെറിയൊരു ഭേദഗതി വന്നിട്ടാ. ചട്ടി അത്ര വലിപ്പില്ലാന്ന് തോന്നണം കേട്ടോ. എല്ലാവരും പിടിക്കട്ടെ. വെയിലത്ത് വെക്കാൻ വേണ്ടി ചട്ടി മാറ്റി. നമുക്ക് ചുറ്റുവട്ടിലല്ലേ വെക്കാൻ പറ്റുള്ളൂ. അത് ശരിയാണുള്ള ചട്ടിയാണ്. വെക്കാം, നനച്ചോ. അപ്പോൾ ചെടി നടല്ലേ എത്തിയല്ല കൊണ്ടുവന്ന് നട്ടെന്ന് നാളെ ആയി കഴിഞ്ഞാൽ ഇതിനൊക്കെ പോലെ ചിലതൊക്കെ ഇന്ന് മുറിച്ച് അധികം സമയമില്ലാണ്ട് നട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ മുറിച്ചിട്ടല്ലേ. അപ്പോൾ അധികം ഫ്രഷ് ആകാൻ സാധിച്ച്. അപ്പം പ്രശ്നം അപ്പോൾ ഈ ഞാൻ കവറുകളിലൊക്കെ നട്ടാൻ വെച്ചിട്ടെങ്കിൽ ചട്ടിയിൽ കുഴപ്പമില്ല അല്ലേ? അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചെടി നടൽ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.